2001 സെപ്റ്റംബർ 11 ചൊവ്വാഴ്ച 19 അൽ-ഖ്വയ്ദ ഭീകരർ ചേർന്ന് ഹൈജാക്ക് ചെയ്ത 4 യാത്രാവിമാനങ്ങൾ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഉൾപ്പെടെ ഉള്ള 4 പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വച്ചു കുതിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരിടത്തു പതിവുപോലെ ജനത്തിരക്കിലായിരുന്നു ന്യൂയോർക്ക് നഗരം. അമ്പരചുംബികളായ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ടവറുകൾ അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയുടെ പ്രതീകമായി തലയുയർത്തി നിന്നു. കൃത്യം 8:46 ബോസ്റ്റൺ വിമാനത്താവളത്തിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസിന്റെ 11-ാം നമ്പർ വിമാനം വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിലേക്ക് ഇടിച്ചുകയറി. അതോടെ ആ കെട്ടിടം ഒരു തീഗോളമായി മാറി. കെട്ടിടം ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞു. ആക്രമണം നടക്കുന്ന സമയം ബോസ്റ്റണിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം റീഡിംഗ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്. പൈലറ്റിന് അറ്റാക്ക് വന്നതു മൂലമോ മറ്റോ ഉണ്ടായ അപകടമായിട്ടായിരുന്നു ആദ്യം എല്ലാവരും ഈ ആക്രമണത്തെ വിലയിരുത്തിയത്. എന്നാൽ ആദ്യ പ്രഹരത്തിന്റെ നടുക്കം മാറും മുൻപേ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് യുണൈറ്റഡ് എയർലൈൻസിന്റെ 175-ാം നമ്പർ വിമാനം സൗത്ത് ടവറിലേക്കും ഇടിച്ചുകയറി. അതോടെ ഇതൊരു തീവ്രവാദ ആക്രമണം ആണെന്ന് ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അതേസമയം ഹൈജാക്ക് ചെയ്യപ്പെട്ട 4 വിമാനങ്ങളിൽ മൂന്നാമത്തെ വിമാനം അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 77 വാഷിംഗ്ടൺ DC-ക്ക് സമീപമുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിലേക്ക് ഇടിച്ചിറങ്ങി. അതേസമയം യുണൈറ്റഡ് എയർലൈൻസിന്റെ 93-ാം നമ്പർ വിമാനം കാപ്പിറ്റോളോ വൈറ്റ് ഹൌസോ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വിമാനവും അമേരിക്കയിൽ നടക്കുന്ന ആക്രമണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയ യാത്രക്കാർ ഭീകരരുമായി ധീരമായി പോരാടി. പോരാട്ടത്തിനൊടുവിൽ വിമാനം പെൻസിൽ വാലിയിലെ വിജനമായ വയലിൽ തകർന്നു വീണു. രാജ്യത്തുടനീളം അരങ്ങേറിയ ഈ ആക്രമണങ്ങളിൽ 7 രാജ്യങ്ങളിൽ നിന്നുമുള്ള 3000-നകത്തു ആളുകൾക്ക് മരണം സംഭവിക്കുകയും 10,000-നു മുകളിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടനയുടെ തലവനായ ഒസാമ ബിൻ ലാദൻ അമേരിക്കൻ സുരക്ഷാ സംവിധാനത്തെ അട്ടിമറിച്ചു നടത്തിയ ഈ ആക്രമണം ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ.